മാത്രേ നമഃ. ധ്യാന ശ്ലോകം 2. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്മാം വരാംഗീം. ദേവി പദ്മാസനത്തിലിരിക്കുന്നു, താമരയിലിരിക്കുന്നു എന്നും ചിന്തിക്കാം. യോഗശാസ്ത്രത്തിൽ പറയുന്നു, പദ്മാസനത്തിലിരിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളൊരു താമരപ്പൂവ് പോലെ ശോഭയാർന്നവരാകും. പദ്മാസനം സ്ഥിരതയ്ക്കും ആത്മീയ ഉണർവിനും സഹായിക്കുന്നു. താമരയും ദേവിയുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിലാണ് വളരുന്നതെങ്കിലും താമരപ്പൂവ് അതിൽ നിന്നൊക്കെ ഉയർന്ന് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്നു. ദേവിയും ബാഹ്യമായ യാതൊന്നിനാലും ബാധിക്കപ്പെടാത്തവളാണ്. ദേവിയെ പദ്മാസനസ്ഥയായി ധ്യാനിക്കുമ്പോൾ പവിത്രതയും ഡിറ്റാച്ച്മെന്റും നമ്മളിൽ നിറയുന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്താതെ കടന്നു പോകാൻ സഹായിക്കുന്നു. വികസിതവദനാം. ദേവിയുടെ മുഖം വളരെ തിളക്കമാർന്നതാണ്, അതീവ ശോഭയുള്ളതാണ്. ഇത് ഭക്തരിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുന്നു. ദേവിയുടെ തിളക്കമാർന്ന സദാ പുഞ്ചിരി തൂകുന്ന മുഖം ധ്യാനിക്കുമ്പോൾ ഭക്തരുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സന്തോഷവും സംതൃപ്തമായ ഹൃദയവും പ്രദാനം ചെയ്യുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം. എപ്പോഴെല്ലാം നമ്മുടെ സന്തോഷവും അനുകമ്പയും അലിവും ഉള്ളവരാകുന്നുവോ അപ്പോഴെല്ലാം അവ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു. അത് നമ്മോടൊപ്പം സഹകരിക്കുന്നവരിലേക്കും പടരുന്നു. അങ്ങനെ ദേവീ ഭക്തർ എവിടേക്കെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെടുന്നു. പത്മപത്രായതാക്ഷിയും. ദേവിയുടെ കണ്ണുകൾ താമര ഇതളുകൾ പോലെ വലിപ്പമുള്ളതും മനോഹരവുമാണ്. താമര ഇതളുകൾ പോലുള്ള കണ്ണുകൾ പവിത്രതയും വ്യക്തതയും സൂചിപ്പിക്കുന്നു. അവ സർവചരാചരങ്ങളെയും എല്ലാ ഭക്തരെയും സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ണുകൾ ആത്മാവിന്റെ ജനാലകളാണെന്ന് കണക്കാക്കപ്പെടുന്നു. ദേവീദേവന്മാരുടെ കണ്ണുകൾ എപ്പോഴും താമര ഇതളുകളോടാണ് ഉപമിക്കാറ്. സൗമ്യവും മൃദുലവുമായ ആ കണ്ണുകൾ ദേവിയുടെ അതീവ സ്നേഹവും കരുണയും മഹത്വവും നിറഞ്ഞ നോട്ടത്തെ വെളിപ്പെടുത്തുന്നു. ദേവി സദാ കരുണാർദ്രമായി നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നമ്മൾ സുരക്ഷിതരാണ്. ഹേമാഭാം. സ്വർണവർണ്ണമാണ് ദേവിക്ക്.